നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക. ക്യാപിറ്റലിസവും ഫാസിസവും സാഡിസവും ഒന്നും മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ പറയണില്ല. അവരെ കൊല്ലാനും തല്ലാനും നമ്മുടെ ചെറിയ ഗെയിമുകൾ മുതൽ നമ്മുടെ സിനിമകൾ മുതൽ ഇവർ പ്രചരിപ്പിക്കുന്ന വംശീയ വർഗീയ സാമുദായിക എല്ലാറ്റിലും പകയും വിദ്വേഷമാണ് അവർ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരമുള്ള ഏറ്റവും നല്ല സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലം വീടുകളാണ്. ഇത് മാതാപിതാക്കളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾക്ക് കാണേണ്ടത്. മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മകൾ, സ്വന്തം ഇണകളോട് കാണിക്കുന്ന സ്വഭാവങ്ങൾ, സ്വന്തം സഹോദരന്മാരോട് കാണിക്കുന്ന സ്വഭാവങ്ങൾ, അയൽപക്കത്തോട് നടത്തുന്ന ഇടപെടലുകൾ, ഇതൊക്കെയാണ് ഒരു കുട്ടിയിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും പണ്ഡിതനും ആയ സലീം അമ്പാട് സാഹിബാണ്. കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മളുടെ ഫൈസൽ മഞ്ചരി സാഹിബും ഉണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ നാട്ടിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലിപ്പോൾ ലഹരിയുടെ ഉപയോഗം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. ആ വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ ചർച്ച കൊണ്ടുപോകുന്നത്. സലീം സാഹിബ്, നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരവസ്ഥയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ നാട്, കേരളം പൊതുവെ ഇന്ത്യയിൽ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു സാംസ്കാരികമായ ഔന്നിത്യം പ്രകടിപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരു 5-8 വർഷങ്ങളായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ആഘാതങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ഇപ്പോൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗമാണ് എന്ന് വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ലഹരി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മുതൽ 3ാം ക്ലാസ് മുതൽ ഹൈടെക് പ്രൊഫഷണൽ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഉന്നത പഠനങ്ങൾക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളിലടക്കം ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഇത് വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകളും സംഭവങ്ങളും ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പ്രതികള് അതിനെയാണ് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത്. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ സൂക്ഷ്മമായിട്ട് ആലോചിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മളൊക്കെ പ്രതികളാണ്. പൊതുവെ നമ്മുടെ ഒരു വർത്തമാനത്തിൽ ന്യൂ ജനറേഷൻ വളരെ മോശപ്പെട്ട ഒരു സമൂഹമാണ് എന്ന വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല വളരെ മെച്ചപ്പെട്ട തലമുറയാണ് എന്ന വിലയിരുത്തലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണെങ്കിലും അവരല്ല ഇതിലെ പ്രതികൾ, മറിച്ച് അവരെ പാകപ്പെടുത്തുകയും അവരെ തയ്യാറെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയ, മത, കല, സാംസ്കാരിക, വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ഉള്ളടക്കങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട നിർബന്ധിതമായ സാഹചര്യം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ അപജയങ്ങളാണ് നമ്മുടെ ഈ വിദ്യാർത്ഥി തലമുറ അല്ലെങ്കിൽ കൗമാരം, യുവാക്കള് ഇത്രയും അപകടകരമായ ഒരു സ്വഭാവത്തിലേക്ക് പതിക്കാനുള്ള കാരണം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി അഭിപ്രായങ്ങള്, പരിശോധനകളൊക്കെ നമ്മൾ നടത്തേണ്ടതാണ്. വ്യത്യസ്തമായ വശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നോക്കി കാണുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ആഴവും പരപ്പും അപകടങ്ങളും ഒക്കെ കുറച്ചും കൂടി ഗൗരവത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വീക്ഷണം എന്താണ്? ലഹരി ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി, കണിശമായി നിരോധിച്ച ഒരു കാര്യമാണ് കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം, അത് കള്ളാവട്ടെ, കഞ്ചാവാകട്ടെ, ഏത് സംഗതിയാണെങ്കിലും അത് വിലക്കപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യനെ പിശാച്ചാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങളിലൂടെ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്തൊക്കെ ചെകുത്താനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ എന്നാണ് പറയുന്നത്. ഈ കള്ള്, ചൂതാട്ടം, പ്രതിഷ്ഠ, പ്രശ്നം വെക്കൽ, ഇതൊക്കെ പിശാചിന്റെ മ്ലേച്ഛ വൃത്തികളിൽപ്പെട്ടതാണ്. മനുഷ്യനെ ചെകുത്താനാക്കുന്ന വലിയ വില്ലനാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി എന്ന് പറയുന്നത്, കള്ള് എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫജ്തനിബൂഹു,
നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരർത്ഥം എന്താണ്? നിങ്ങൾ ലഹരിയും ഇത്തരത്തിലുള്ള മാരകമായ പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പരാജയത്തിലായിരിക്കും. ഒരു സമൂഹം എന്ന നിലക്ക് നിങ്ങൾക്ക് വിജയിക്കണോ എങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഫജ്തനിബൂഹു, അകലം പാലിക്കണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇന്നമാ യുരീദു ശൈത്താനു, ചെകുത്താൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ചെകുത്താന്റെ ആഗ്രഹം നിങ്ങൾക്കിടയിൽ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ള, നിങ്ങൾക്കിടയിൽ പകയും ശത്രുതയും ഉണ്ടാക്കുക. ഈ കള്ള്, അതുവഴി ചൂതാട്ടം, ഇതുവഴി യഥാർത്ഥത്തിൽ ചെലുത്താൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അൽ അദാവത വൽ ബഗ്ള ഫിൽ ഖംരി വൽ മൈസിർ. നാട്ടിലിപ്പോഴുള്ള സകല ശാസ്ത്രവത്തിനും സകല കുഴപ്പത്തിനും കാരണം ഈ ചെകുത്താൻ ഈ കള്ളു വഴി സമൂഹത്തെ ഇങ്ങനെ പൈശാചികവൽക്കരിക്കുന്നത് കൊണ്ടാണ് എന്ന് കണ്ടെത്താൻ വലിയ ഗവേഷണമൊന്നും ആവശ്യമില്ല. സലീം സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ എന്താ ഇതിന് പരിഹാരം? പരിഹാരം ഒന്നാമതായി ചെയ്യേണ്ടത് ഭരണകൂടമാണ്. നിങ്ങൾ ധാരാളം കള്ള് ഷോപ്പുകൾ തുറന്നു വെച്ചിട്ട് ജനങ്ങളൊന്നും ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ കുറക്കുക, കുറച്ച് കൊണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം മദ്യവർജനമാണെന്ന് ഇടക്കിടക്ക് പറയും. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഓരോ മുക്കിലും കള്ള് ഷോപ്പ് തുറക്കുന്നു, ഈ ബാറുകൾ തുറക്കുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങൾ കള്ള് ഒഴിവാക്കണം. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ആളുകളെ പൊട്ടന്മാരാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള രക്ഷിതാക്കൾക്ക്, സമൂഹത്തിന്, ടീച്ചർമാർക്ക്, ഇവർക്കെല്ലാവർക്കും ഇതിൽ നേരത്തെ സലീം സാഹിബ് പറഞ്ഞ പോലെ ഒരു റോള് വഹിക്കാനുണ്ട്. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചെങ്കിൽ മാത്രമേ മനുഷ്യനെ പൈശാചികവൽക്കരിക്കുന്ന, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഭാഷയിൽ മനുഷ്യനെ ചെകുത്താനാക്കുന്ന, അത്രയൊന്നും പ്രബലമല്ലാത്ത ഒരു ഹദീസിൽ കാണാം അൽ ഖംറു ഉമ്മുൽ ഖബാഇസ്, എല്ലാ തിന്മകളുടെയും കേന്ദ്രം ഈ ലഹരിയാണ്. അപ്പൊ ഇന്ന് നമുക്കത് പരിശോധിച്ചാൽ ഒന്നും വലിയ പ്രസംഗത്തിനൊന്നും ആവശ്യമില്ല. ആളുകൾ പച്ചക്ക് മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നു, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നു, സഹോദരന്മാരെ കൊല്ലുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ബുദ്ധി മരവിപ്പിക്കുന്ന തരത്തിലുള്ള, ചെകുത്താനായി മാറ്റുന്ന തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം. അതുകൊണ്ട് ഇസ്ലാം കടുത്ത നിലപാടാണ് ഈ ഖംറിനെതിരെ, ലഹരിക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പോഴത്തെ ഈ ലഹരിയുടെ ഒരു അവസ്ഥ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന സംഗതി ഉണ്ട്. ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ലഹരിയുടെ ഉപയോഗം വാസ്തവത്തിൽ മുതിർന്ന ആളുകളിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് വളരെ അപകടകരമായ അവസ്ഥയിൽ ഇത് സ്കൂളുകളിലേക്കും, അതായത് 9ലും 8ലും പഠിക്കുന്ന കുട്ടികൾ, അതും പെൺകുട്ടികളുടെ വരെ ഇത് എത്തുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം? പാരന്റിങ്ങിന്റെ വല്ല വിഷയം അതിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില എന്താ നിങ്ങളുടെ അഭിപ്രായ വിഷയത്തിൽ? നമുക്കിതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ മയക്കുമരുന്നുകൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് കിട്ടുന്നത്, നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഇത് എത്തുന്ന വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ പോലീസ് കണ്ണടക്കുന്നു, അധികാരികൾ കണ്ണടക്കുന്നു. അവരുടെ ഒത്താശയോടുകൂടി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് എത്തുന്നു. അവിടെയുള്ള സംഘടനകൾ ഇതിനോടൊക്കെ ഉദാര സമീപനം പുലർത്തുന്നു. അതൊക്കെ കുറച്ച് ആയിക്കോട്ടെ, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളെ കിട്ടാൻ ഇതൊക്കെ കുറച്ച് കൊടുക്കുന്ന സംഘടനയാണ് എന്ന് വരുന്നതാണ് നല്ലത് എന്ന രൂപത്തിൽ ഒരു അരാജകത്വം, അത് ലൈംഗികമായ രൂപത്തിലാകട്ടെ, സദാചാരമായ രൂപത്തിലാകട്ടെ, ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലാകട്ടെ, ഇതൊക്കെ ഒരു ലിബറൽ ചിന്താഗതി, അതിനൊന്നും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ വലിയ ഒരു കാരണമായേക്കാം. അപ്പം അധികാരികൾ വളരെ ശ്രദ്ധിച്ച് ഇതിൻ്റെ സപ്ലൈ, ഇതിൻ്റെ ചെയിൻ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഇത് കുട്ടികളിലേക്ക് എത്തുന്നതിന് നിയമം ശക്തമായിട്ട്, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പോലീസുകാർ, ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ പലയിടത്തും ഇതിന് കൂട്ടുനിൽക്കുന്നു. അവർക്കതിൻ്റെ മാസപ്പടി കിട്ടുന്നുണ്ടാവാം.
ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സലീം സാഹിബ് സൂചിപ്പിക്കുകയായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതിൽ എന്താണ് ഒരു റോളുള്ളത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ തകർക്കപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായി കുടുംബം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പല സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിദ്യാലയങ്ങൾ, പാർലമെന്റുകൾ. കാരണം ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട സംവിധാനങ്ങളൊക്കെ മറ്റു പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെ അല്ലാതെ ഏറ്റവും നിഷ്കളങ്കമായും സത്യസന്ധമായും ത്യാഗപൂർണമായും നിലനിൽക്കുന്ന വിശ്വസ്ത സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. പക്ഷെ ആ കുടുംബം എന്ന് പറയുന്നത് നിലവിൽ ഒരു 10-15 വർഷത്തിന്റെ ഇടയിൽ അതിന്റെ അടിവേരിളക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ കല, സാഹിത്യം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ലിബറലിസമെന്നോ അനാർക്കിസമെന്നോ അല്ലെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രവാദമെന്നോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വാപ്പാനിമാനി എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെയൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല. ഇണകൾ തമ്മിൽ അങ്ങനത്തെ വിവാഹം, കുടുംബജീവിതം അതിനൊന്നും പ്രസക്തിയില്ല. അതുപോലെ രക്ഷിതാക്കള്, മക്കള് അതിനൊന്നും, അതേപോലെ ഗുരുനാഥന്മാര്, അധ്യാപകന്മാര്, മക്കള്, മനുഷ്യരൊക്കെ, വ്യക്തികളൊക്കെ സർവതന്ത്ര സ്വതന്ത്രരാണ് എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ വാർത്തെടുക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ സ്ഥാപനം കുടുംബമാണ്. ആ കുടുംബം എന്ന് പറയുന്ന അസ്തിത്വത്തെ തന്നെ നിലവിലുള്ള പാർട്ടികളും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളും വിദ്യാഭ്യാസങ്ങളിലൂടെയൊക്കെ ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യപ്പെടുകയും എന്നിട്ട് മറുഭാഗത്ത് കുടുംബത്തിന്റെ തകർച്ചയാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ ആവാനുള്ള കാരണം എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുടുംബം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്. പക്ഷെ കുടുംബത്തിന് കുടുംബമായി നിലനിൽക്കാനും കുടുംബത്തിലെ രക്ഷിതാക്കൾക്ക് ആ കടമ നിർവഹിക്കാനുമുള്ള അവസരവും സൗകര്യവും അർഹതയും നൽകുന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ മാറ്റിപ്പണിയലല്ലാതെ ഇതിന് മറ്റു വഴികളില്ല. അതുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുക, കുടുംബത്തിനെ നിലനിർത്തുക, അത് വിവാഹ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് മാതാപിതാക്കൾ, മക്കൾ, അതുപോലെ സഹോദരി സഹോദരന്മാർ, രക്തബന്ധുക്കൾ എന്നൊക്കെ തുടങ്ങുന്ന പരസ്പരം ശാസിക്കാനും പരസ്പരം കൽപ്പിക്കാനും പരസ്പരം ഗുണകാംക്ഷയോടെയും സ്നേഹത്തോടെയൊക്കെ വർത്തിക്കാനും ഒക്കെ ഉള്ള ഏറ്റവും മനോഹരമായ സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തകർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി അടക്കമുള്ള പല കുറ്റകൃത്യങ്ങളിലേക്കും നമ്മുടെ കേരളീയ സമൂഹവും ലോകത്തന്നെയുള്ള പല സമൂഹങ്ങളും ഇത്തരം അരാജകത്വത്തിലേക്ക് പോകുന്നതിലെ ഏറ്റവും നിർണായകമായ കാരണം എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുടുംബത്തിനെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളിലേക്കും ഇസ്ലാമും മറ്റ് മതങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച മനോഹരമായ അടിസ്ഥാനങ്ങളുണ്ട്. അതിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെന്ന്. പക്ഷെ അതുകൊണ്ട് മാത്രം കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ മാത്രം എല്ലാം സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ നഗരങ്ങൾ, നമ്മുടെ തൊഴിലിടങ്ങൾ, നമ്മുടെ കലാസാഹിത്യ സാംസ്കാരിക പ്രകടന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ തന്നെയും നീതിയും നന്മയും ധാർമ്മികതയ്ക്കും വിലയില്ലാത്ത, എല്ലായിടത്തും സ്വാതന്ത്ര്യത്തിന്റെ പ്രയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവിടേക്ക് എത്തുന്നതോടുകൂടി നമ്മൾ കെട്ടിപ്പടുത്ത ധാർമ്മിക മൂല്യങ്ങളെ പോലും അട്ടിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഇടങ്ങൾ നമ്മുടെ ഈ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും കൗമാരങ്ങളെയും യുവത്വങ്ങളെയും കെണിവെച്ച് വലവെച്ച് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടി ഒരു വലിയ വിഷമതകളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുടുംബത്തിനെ തിരിച്ചു പിടിക്കണം. കുടുംബത്തിനും വിദ്യാലയങ്ങൾക്കും ഗുരുനാഥന്മാർക്കും ഒക്കെ ഉള്ള ഏറ്റവും സ്വാഭാവികവും ശരിയുമായ രീതിയിലുള്ള ഇടപെടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ലഹരിയുടെ ഉപയോഗം, അതിൻ്റെ ദൂഷ്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ആരും അറിയാത്തവരല്ല. എന്നിട്ടും ഒരുപാട് ആളുകൾ അതിൻ്റെ വലയിൽ പെടുന്നുണ്ട്. ഏതൊരു നാട്ടിലും ഒരു കുറ്റകൃത്യത്തിന് നൽകപ്പെടുന്ന ശിക്ഷയുണ്ട്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ശിക്ഷയുടെ ഒരു കാഠിന്യത്തിന് ഒരു കുറവ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുക. കാരണം നമ്മളിപ്പോൾ മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ വളരെ കർക്കശമായ രൂപത്തിലാണ് ആ ഭരണകൂടം അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറ്റങ്ങൾ വളരെ കുറവാണ് കമ്പയർ നോക്കുമ്പോൾ. നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങൾക്ക് നൽകപ്പെടുന്ന ശിക്ഷകളൊക്കെ ഒരു പരിധിവരൊക്കെ അതും ഒരു കാരണമല്ലേ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സാഹിബ് സൂചിപ്പിച്ചത്. അതായത് നാട്ടിൽ കുറ്റകൃത്യങ്ങൾ വളരുന്നതിന് പ്രധാനമായ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ധാർമ്മിക സദാചാര ബോധമില്ലായ്മ. അതൊരു പ്രധാനപ്പെട്ട കാരണം. നമ്മൾ സാധാരണ പറയും പടച്ചവനെ പേടിയില്ലായി. പടച്ചവനെ പേടി, ദൈവത്തെ പേടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആര് കണ്ടിട്ടില്ലെങ്കിലും എന്നെ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്, മതം ഇത് പറ്റില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇതൊരു മതബോധം കൊണ്ട് ഇപ്പൊ വ്യഭിചാരം, കൊലപാതകം,
ലഹരി, ഇതിൽ നിന്നൊക്കെ ഒരാൾ മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അയാളുടെ മതബോധമാണ്, സദാചാരബോധമാണ്. രണ്ടാമത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇത് കുറ്റം ചെയ്യുന്ന കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നില്ല. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ കൊലപാതകം നടത്തിയ കുട്ടി പറയുന്ന ഓഡിയോ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും പ്രശ്നമല്ല, ഓണപ്പോ നമ്മളെല്ലാരും കൂടി തല്ലിക്കൊന്നാൽ നമുക്കൊന്നും ഒരു ശിക്ഷയും വരാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, ആ അതായത് നമ്മൾ കൊലപാതകം ചെയ്താൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 മാസം ജയിലിൽ കിടന്നിട്ട് പിന്നെ പുറത്തിറങ്ങി വരാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സംഗതി, ഒരാൾ ബോധപൂർവം വേറൊരാളെ കൊല ചെയ്താൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അയാൾക്ക് പിന്നെ ഭൂമുഖത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന്. ഒരാൾ വേറൊരാളെ കൊന്നാൽ മാനവരാശിയെ മുഴുവൻ കൊന്നതുപോലെയാണ്. അവന് ശിക്ഷ കൊടുക്കുക എന്നത് മറ്റുള്ളവരുടെ സമാധാനപരമായ ജീവിതത്തിന് ആവശ്യമാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്ക് ഈ കുറ്റം ചെയ്ത ആളുകൾക്ക് അവർക്ക് മതിയായ ശിക്ഷ കൊടുക്കുന്നത് വഴിയാണ് നിങ്ങൾക്ക് ജീവിതം ഉള്ളതെന്ന്. മനുഷ്യനിവിടെ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. ഇപ്പോ സമീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ കുറ്റം ചെയ്ത ആൾക്കാർക്ക് ശിക്ഷയൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർ പിന്നെയും കുറ്റം ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകളൊക്കെ ഇപ്പോൾ ജയിലിൽ പോയി പിന്നെ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആള് പിന്നെയും കൊല്ലുകയാണ്. എത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇയാള് പിന്നെ കുറ്റം ചെയ്ത ആളൊരാളെ കൊന്നു, അല്ലെങ്കിൽ വേറൊരാളെ മാരകമായി പരിക്കേൽപ്പിച്ചു, അത് ജയിലിൽ പോകുന്ന 5-6 മാസം കഴിഞ്ഞാൽ അയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു, അയാൾ പിന്നെ വേറൊരാളെ പിന്നെയും കൊല്ലുന്നു. ഈ കൊലപാതകയ്ക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തെങ്കിലേ സമൂഹത്തിന് രക്ഷ ഉണ്ടാവുള്ളൂ, വേറൊരാൾ അതുപോലൊരു കുറ്റം ചെയ്യാതിരിക്കുള്ളൂ. മാതൃകാപരമായ നിയമ നടപടികൾ ഇല്ലാത്തത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ വലിയ കാരണമായി. എന്ന് മാത്രമല്ല, കൊലപാതകം ചെയ്ത ആൾക്കാരൊക്കെ ഒരു ഹീറോ പരിവേഷം. നമ്മുടെയൊക്കെ നാട്ടിലെ ഭരണകൂടങ്ങളാകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ കുറ്റം ചെയ്ത് കൊലപാതകം ചെയ്ത് ജയിലിനകത്ത് കിടക്കുന്ന ആൾ പരോളിൽ പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് സ്വീകരണം കൊടുക്കാനും അയാളെ വലിയ ഹീറോ ആയിട്ട് ആഘോഷിക്കാനും ഒക്കെ വരുന്നത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നിൽക്കുന്നത്? ഞാനും ഇതുപോലെ കൊലപാതകം ചെയ്താൽ ഞാനും ഒരു ഹീറോ ആകുന്നല്ലേ കൊടുക്കുന്ന മെസ്സേജ്. വളരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഭ്രാന്താലയമായി മാറാൻ, നമ്മുടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഭ്രാന്താലയമായി മാറാൻ വലിയ താമസം ഉണ്ടാവില്ല. ഈ കുറ്റങ്ങളെ കുറിച്ച് പറയുമ്പോഴേ, ഇപ്പൊ ശിക്ഷകളൊക്കെ നടപ്പാക്കുന്ന വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മയക്കുമരുന്ന് കൈവശം വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുക അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അത് ഒരാൾക്കുള്ള സ്വയം ഉപയോഗിക്കാനാണോ അതോ വിൽപ്പനക്കാണോ? വിൽപ്പനയാണെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും, അത് അയാൾ അതിൻ്റെ അടിമയായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ്റെ ആ ശിക്ഷയിൽ കുറച്ച് ഇളവുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഈ രാജ്യങ്ങളുടെ നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഈ ശിക്ഷാവിധികൾ എന്താണ്, അതും കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. 2 തരത്തിലാണ് മനുഷ്യന് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുക. ഒന്ന്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ ശിക്ഷ ലഘുവാണ്, അത്തരം അനുഭവങ്ങളിലൂടെ ഒന്നും നമ്മൾ കടന്നു പോകേണ്ടതില്ല എന്ന് തോന്നുന്നതോടുകൂടി വളരെ സുഗമമായി ആളുകൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തത്, നീതിയും നിയമവും നടപ്പിലാക്കേണ്ടുന്ന സിസ്റ്റങ്ങൾ, പോലീസ്, ജുഡീഷ്യറി, നമ്മുടെ അഡ്വക്കേറ്റുമാർ, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി നിയമ സംവിധാനങ്ങൾ, അവരിതിലൊക്കെ ഒരു അയഞ്ഞ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് വ്യക്തികൾക്കും സമൂഹത്തിനും ഒക്കെ, അതിന് സംഘടനകളാണെങ്കിലും മതങ്ങളാണെങ്കിലും പാർട്ടികളാണെങ്കിലും വ്യക്തിയാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ഒക്കെ തെറ്റുകുറ്റങ്ങളിലേക്കും അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങളിലേക്കും പെട്ടെന്ന് കാലെടുത്ത് വെക്കുക. ഇതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത്, ഒന്ന്, ശിക്ഷാവിധി നേരത്തെ ഫൈസൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ കർക്കശമായ സ്വഭാവത്തിൽ നീതിയും സത്യവും നടപ്പിലാക്കാൻ മടിയില്ലാത്ത ഒരു ജുഡീഷ്യൽ സിസ്റ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു കുട്ടിയെ കൊന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ഈ കേരളത്തിന്റെ പൊതുസമ്പത്ത് എടുത്തിട്ട് വമ്പിച്ച രീതിയിൽ സെക്യൂരിറ്റി ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടികൾ പരീക്ഷ എഴുതാൻ പാടില്ല, അവർക്ക് 1 വർഷം അവരെ ഒരു ഇതിൽ നിർത്തേണ്ടതാണ്. എന്നിട്ട് പിന്നീട് ആലോചിക്കേണ്ടതാണ് എന്താണ് ഇവരെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അവരെ ശിക്ഷിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ അത് നമുക്കറിയാവുന്നത് പോലെ ഇതൊന്നും അറിയാത്ത ആളുകളല്ല, പക്ഷേ ഈ സിസ്റ്റത്തിൽ പരിഗണിക്കപ്പെടേണ്ടവരും പ്രത്യേക സംരക്ഷണം കിട്ടേണ്ടവരുമാണ് എന്ന
നീതിന്യായ സംവിധാനത്തിലെ അല്ലെങ്കിൽ അധികാര ഭരണ സംവിധാനത്തിലെ ആളുകളുടെ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഇത്തരം ആളുകൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ചും അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ പഴയ കാലത്തൊക്കെ വലിയ ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിരുന്ന സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ ഈ മദ്യാണെങ്കിലും വ്യഭിചാരാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, മോഷ്ടിച്ചാൽ കൈ വെട്ടണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങാ കെട്ടവനോ അടക്ക കെട്ടവനൊക്കെ കൈ വെട്ടുക എന്നുള്ളതല്ല. അധികാരഘടനയും സ്വാധീനവും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ഒക്കെ പിന്തുണയൊക്കെ നിർത്തിയിട്ട് വലിയ അടിമതിയും കൈക്കൂലിയും കള്ളക്കച്ചവടവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സമൂഹത്തിന്റെ തന്നെ സമ്പത്തിനെ അവിഹിതമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവർക്കിടയിൽ ഒരു ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലെങ്കിൽ അത് നിയമം നടപ്പിലാക്കേണ്ടതാവട്ടെ, അല്ലെങ്കിൽ നേതാക്കന്മാരാവട്ടെ, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നതോടുകൂടി ഒരു കൈ പോവും എന്ന് കണ്ടാൽ പിന്നെ അത്തരം ഒരു ഇടപാടിന് അവർ നിൽക്കില്ല. എന്നതുപോലെ വധശിക്ഷക്ക് കൊന്നവനെ കൊല്ലുക എന്നുള്ള, കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നൊക്കെയാണ്. അതിലൊക്കെ ഒരു ഇളവിന്റെ ഒരു തലമുണ്ട്. അതായത് ആരാണ് ഇരാക്കപ്പെട്ടത് അവർ ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും, അത് പക്ഷെ അവരുടെ മാത്രം അവകാശമാണ്. ഭരണകൂടങ്ങൾ എന്ത് ചെയ്യണം? ഇത് നടപ്പിലാക്കണം. എന്നതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റു വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഈ ശിക്ഷാവിധികൾ യഥാർത്ഥത്തിൽ ഇതിന്റെ സ്രോതസ് ഇത് നടത്തുന്ന ആളുകൾക്കാണ്. ഉപയോഗിക്കുന്നവനേക്കാൾ ഇതിൽ ശിക്ഷിക്കപ്പെടാൻ ഉപയോഗിക്കുന്നവനും ശിക്ഷ ഉണ്ട് ഇസ്ലാമിൽ. അവനെ മുട്ടയടിക്കണം, കൊണ്ടുപോയിട്ട് അടിക്കണം, അതുപോലെ തന്നെ ഒറ്റക്ക് ബന്ദിയാക്കി നിർത്തണം എന്നൊക്കെ ഫിഖിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിന്റെ ഉൽപാദകന്മാരുണ്ടാവും, അവിടെയാണ് ശരിക്കും പിടിക്കേണ്ടത്. കാരണം അവരാണ് ഫിത്തന അല്ലെങ്കിൽ ഫസാദ്, ഈ അശദ്ദുമിനൽ ഫിത്തന, ഈ കൊലയേക്കാൾ മാരകമാണ് ഫിത്തന എന്ന് പറയുന്നുണ്ട്. നാശുണ്ടാക്കുക, സാമൂഹിക ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ തകർക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർ ആരാണോ അവരെയാണ് യഥാർത്ഥത്തിൽ കർക്കശമായ ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെടേണ്ടത്. ഇതില് കരിയറും ഇടനിലക്കാരനും ഉപയോഗിക്കുന്നവനുമാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് ആരാണിത്, എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മുടെ ഭരണകൂടങ്ങളോ മീഡിയകളോ ഗവൺമെന്റോ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ മുമ്പിൽ ഒരിക്കലും അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവരെ ആരാണോ ഇത് കൈകാര്യം ചെയ്യുന്നത് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. അത്തരം ശിക്ഷകൾ ഏറ്റവും ഗൗരവതരമായ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഏറെക്കുറെയൊക്കെ, അതുകൊണ്ട് മാത്രം ഇതൊക്കെ തോന്നുന്നില്ല. കാരണം ഒരു സമൂഹത്തിൽ ബോധവൽക്കരണം നടക്കണം. മറുഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമ സംവിധാനങ്ങൾ കർക്കശമായി പ്രയോഗിക്കുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരും ഭരണകൂട സംവിധാനങ്ങളും ഉണ്ടാവണം. പിന്നെ ധാർമ്മികമായ മൊറാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന കുടുംബ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കണം. ഇത് മൂന്നും ചേരുമ്പോഴാണ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് സമൂഹത്തിനെ കാത്തു സൂക്ഷിക്കാനും രക്ഷപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇസ്ലാം ആ അർത്ഥത്തിലാണ് ഇത്തരം സംഗതികളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എല്ലാ കുറ്റകൃത്യങ്ങളെയും ക്രമപ്രവൃദ്ധമായി വളരെ മനോഹരമായ ഒരു ഭാഗത്ത് വലിയ ബോധവൽക്കരണം, ധാർമ്മികമായ ബോധം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധം, അതുപോലെ തന്നെ വ്യക്തിപരമായി അവന്റെ വിജയപരാജയങ്ങളെ കുറിച്ചുള്ള ബോധം, ഇതൊക്കെ സൃഷ്ടിച്ചെടുത്ത് അവന്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് ഭരണകൂടത്തിനെയും സെറ്റ് ചെയ്ത് രണ്ടും ഒരേപോലെ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങളിലാണ് നിയമം കർക്കശമായി പ്രയോഗിക്കുകയും വ്യക്തികൾ സ്വാഭാവികമായി അതിൽ നിന്ന് മാറി നിൽക്കുകയും, എന്നാൽ അപൂർവ കേസുകൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടാൽ അവരെ നിഷ്ഠൂരമായിട്ട് ദയയില്ലാതെ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റമാണ് ഇസ്ലാമിക സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭം അതിൻ്റെയൊക്കെ നല്ല ഫലങ്ങൾ ചരിത്രത്തിലൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജനത ഒരു വചനം അവതരിപ്പിക്കുമ്പോഴേക്കും എല്ലാം വീഞ്ഞും മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ പട്ടണത്തിലും നഗരത്തിലുമുള്ള ഔപചാരകളിലേക്ക് ഒഴുക്കിക്കളഞ്ഞ് നിഷിദ്ധത്തെ അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിച്ച ചരിത്രമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ രീതിയിൽ ഇത്തരം സംഗതികൾ നിർവഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ സലീം സാഹിബ് സൂചിപ്പിച്ചത്. ശരിക്കും ഇപ്പൊ ഈ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ്. കൊലപാതകം യഥാർത്ഥത്തിൽ വലിയ കുറ്റം തന്നെയാണ്. പക്ഷെ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, ഇത് ആ നാടിനെ തന്നെ മൊത്തം നശിപ്പിക്കുന്നതിന് തുല്യാണ്. ഒരു തലമുറ. അപ്പോ ഒരാൾ വ്യക്തിപരമായ, അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കുറ്റങ്ങൾ, അത്തരം ഒരാൾ നമസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരാൾ നോമ്പെടുക്കുന്നില്ല, അതൊരു കുറ്റാണ്, അതൊരു തെറ്റാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൈകാര്യം ചെയ്യും, ശിക്ഷ കൊടുക്കും. സമൂഹവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സമൂഹത്തെ നശിപ്പിക്കുന്ന, സമൂഹത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങൾക്ക് കടുത്ത നിയമ നടപടികളാണ് ഇസ്ലാം ശുപാർശ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ എന്ന് പറഞ്ഞ ആ ഒരാള് വെറുതെ വേറൊരാളെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്നത് മാനവരാശിയെ കൊല്ലുന്നതിന് തുല്യമായി കണക്കാക്കിയിട്ട് അയാൾക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്.
ഇവിടെ ഇപ്പോ സാധാരണഗതിയിൽ ചില ആളുകളൊക്കെ വധശിക്ഷക്കെതിരായി മാനവിക മൂല്യത്തിൽ നിന്നുകൊണ്ടൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ആംഗിൾ അതിനെ സമീപിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ മാനവരാശിയോട് സ്നേഹമുണ്ടെങ്കിൽ ഒരാൾ ചെയ്യേണ്ടത് കുറ്റവാളികൾക്ക് അതിനനുസരിച്ചുള്ള കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് സമൂഹത്തിനെതിരെയുള്ള കുറ്റമാണ്, ക്രൈം എഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പോ നിങ്ങൾ ആ ക്രിമിനലിനെ രക്ഷിച്ചാൽ, അല്ലെങ്കിൽ ആ ക്രിമിനലിനെ വീണ്ടും സമൂഹത്തിലേക്ക് തുറന്നു വിട്ടാൽ അത് വീണ്ടും ക്രൈം ചെയ്യും. നേരെ മറിച്ച് ആ ക്രിമിനലിനെ അവിടെ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അയാളുടെ കുറ്റം വ്യക്തമായി തെളിഞ്ഞാൽ അയാൾക്കും ആ കുറ്റവാളിക്കും മാനസാന്തരം വരികയും ഈ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ അയാൾക്ക് വിട്ടുകൊടുക്കുകയും, അത് വളരെ മഹത്തായ ഉദാത്തമായ ഒരു നിലപാടാണ്. അങ്ങനെയും ഒരു നിലപാടുണ്ട്. പക്ഷെ ഈ ക്രിമിനലുകളെ, കുറ്റവാളികളെ സമൂഹത്തിൽ വളരെ ഹീറോവൽക്കരിക്കുകയും അവരെ സമൂഹത്തിനെതിരെ ഈ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി ചെയ്യുന്ന ആളുകളെ വെറുതെ വിടുകയും ചെയ്യുന്നത് നാട്ടിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കും. ആ അരാജകത്വമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വലിയ കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ പ്രേരക ശക്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കുറ്റവാളിയും അയാൾക്ക് മര്യാദയ്ക്ക് ശിക്ഷ ഒന്നും കിട്ടില്ല, അയാൾ ജയിലിൽ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്. നേരത്തെ സലീം സാഹിബ് പറഞ്ഞില്ലേ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു കുറ്റകൃത്യം ചെയ്തു. പച്ചക്ക് ഒരു സഹോദരനെ അടിച്ച് കൊന്ന ആളുകൾ, അവർക്ക് പിന്നെയും പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതുക എന്നതല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്താണ് അവരുടെ കുറ്റമെന്ന് തീരുമാനിക്കുന്നത് വരെ അവർക്ക് ചെറിയ ഒരു ശിക്ഷ, ചെറുതെങ്കിലും ശിക്ഷ എന്ന് തോന്നുന്ന ഒരു സംഗതി, ഓക്കെ എന്നാൽ ഇത്തവണ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല, അടുത്ത തവണ പറ്റുമല്ലേ നമുക്ക് നോക്കാം എന്നെങ്കിലും പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ എല്ലാവരും കൂടിയിട്ട് ഒരാളെ കൊന്നാലും പ്രശ്നമൊന്നുമില്ലടാ എന്ന് അവര് പറഞ്ഞ അതന്നെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിനെതിരെ ചെയ്യുന്ന വ്യഭിചാരമാകട്ടെ, അതുപോലെ ഇത്തരത്തിലുള്ള കൊലപാതകമാകട്ടെ, ലഹരിയുടെ ഉപയോഗമാകട്ടെ, ഇത്തരത്തിൽ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് നിഷ്ഠൂരമായ, നേരത്തെ ഇവിടെ സലീം സാഹിബ് സൂചിപ്പിച്ച വളരെ നിഷ്കൃഷ്ടമായ, നിഷ്ഠൂരമായ, ഒരു ദയയും അർഹിക്കാത്ത രൂപത്തിലുള്ള ശിക്ഷകൾ അവർക്ക് കൊടുത്തെങ്കിലും മാത്രമേ സമൂഹത്തിൽ ഇതിന് രക്ഷ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും വളരെ നല്ലൊരു ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചർച്ചയുടെ ചില ഭാഗങ്ങൾ സമൂഹത്തിന് ഉപകാരപ്പെടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ രൂപത്തിൽ ഒരു ഐഡിയൽ സൊസൈറ്റിയായി മാറണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തിന് നിയമപരമായ പരിരക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പരിശ്രമിച്ചെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ. അവസാനമായ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നമ്മളൊക്കെ പിതാക്കന്മാരാണ്, നമ്മളൊക്കെ മക്കള് സ്കൂളുകൾ പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ലഹരിയുടെ ഉപയോഗങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ജുഡീഷ്യറി പ്രശ്നങ്ങളും എല്ലാം നമുക്കറിയാം. പക്ഷെ ഒരു പിതാവ് എന്ന നിലക്ക് എൻ്റെ മക്കളെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഒരു പിതാവ് എന്ന നിലക്ക്? രണ്ട് കാര്യങ്ങൾ അതിലും സൂചിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ മൊത്തം ലോകഘടന നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം, രണ്ടാമത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന മുതലാളിത്തം, മൂന്നാമത്തത് സയനിസം, നമ്മുടെ ഇസ്രായേലിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ സംഗതി, നാലാമത്തെ ഫാസിസം. ഈ 4 മുന്നണികൾക്കും മനുഷ്യനോട് ഒരു പ്രതിബദ്ധതയില്ല. ലോകത്തിന്റെ നല്ലൊരു ഭാഗത്തെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. ഇവരുടെ കീഴിലാണ് ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തില് വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഇവരുടെ ദുരുപയോഗങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ സംഗതികളും ഇവരാൽ നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന്റെ എല്ലാ സംവിധാനങ്ങളെയും അവർ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന കേന്ദ്രമായിരുന്നു കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിന്റെ സംവിധാനത്തിനെ തകർക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് ക്യാപിറ്റലിസവും ലിബറലിസവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. അപ്പൊ കുടുംബത്തില് നമ്മൾ വാപ്പ ഉമ്മ, യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഒരു തകർച്ച, അതിന്റെ തളർച്ച, അതിന് സംഭവിക്കുന്ന ആഘാതങ്ങൾ, കാരണം ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഭാവി, എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ ഭാവി കാലത്ത് വർത്തമാനകാലത്ത് നയിക്കുന്നത് പോലും മുന്നിലുള്ള മക്കളെ സംബന്ധിച്ച്, കുടുംബത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ്. അങ്ങനത്തെ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവർ കൈകാര്യം ചെയ്യുമ്പോൾ
ഒന്ന് നിലവിലുള്ള വ്യവസ്ഥയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വ്യക്തികൾ എന്നുള്ള നിലക്കും കുടുംബങ്ങൾ എന്നുള്ള നിലക്കും വലിയ അവബോധങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്, കൃത്യമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾ എന്നുള്ളതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പണി നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക. ക്യാപിറ്റലിസവും ഫാസിസവും സയനിസവും ഒന്നും മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ പറയണില്ല. അവരെ കൊല്ലാനും തല്ലാനും നമ്മുടെ ചെറിയ ഗെയിമുകൾ മുതൽ നമ്മുടെ സിനിമകൾ മുതൽ ഇവർ പ്രചരിപ്പിക്കുന്ന വംശീയ വർഗീയ സാമുദായിക എല്ലാറ്റിലും പകയും വിദ്വേഷമാണ് അവർ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരമുള്ള ഏറ്റവും നല്ല സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലം വീടുകളാണ്. ഇത് മാതാപിതാക്കളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾക്ക് കാണേണ്ടത്. മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മകൾ, സ്വന്തം ഇണകളോട് കാണിക്കുന്ന സ്വഭാവങ്ങൾ, സ്വന്തം സഹോദരന്മാരോട് കാണിക്കുന്ന സ്വഭാവങ്ങൾ, അയൽപക്കത്തോട് നടത്തുന്ന ഇടപെടലുകൾ, ഇതൊക്കെയാണ് ഒരു കുട്ടിയിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക. എൻ്റെ മാതാപിതാക്കളോട്, അപ്പരോടും ഉമ്മരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് നിങ്ങൾ മാറുക. എങ്കിൽ പോലും അവിടെ അപ്പൊ ദൈവത്തിന്റെ ഒരു സഹായം, അള്ളാന്റെ ഒരു സഹായം നിങ്ങൾക്ക് അതിലുണ്ടാവും. കാരണം നിങ്ങൾ ശുദ്ധരാണ്, നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഈ വീട്ടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പസുകൾ പ്രശ്നമാണ്, നമ്മുടെ കല പ്രശ്നമാണ്, നമ്മളുടെ സോഷ്യൽ മീഡിയ പ്രശ്നമാണ്, നമ്മളുടെ അധികാര ഘടന, ഗവൺമെന്റ്, ജുഡീഷ്യറി ഒക്കെ പ്രശ്നങ്ങളാണ്. ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ അഴിച്ചുവിടുന്ന നമ്മുടെ കുട്ടിക്ക് എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവിടെ തവക്കുല് ചെയ്യാൻ കഴിയണം. തവക്കുല് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അള്ളാഹുമായിട്ട് ഹൃദയം തുറന്ന പ്രാർത്ഥനകൾ. മക്കളുടെ കാര്യത്തിൽ ധാരാളം പ്രാർത്ഥനകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയ്യുൻ റബ്ബിജഅൽനി മുഖീമസ്സലാത വമിൻ ദുർരിയതി റബ്ബന വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഇതിന്റെ അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല. മക്കളോട് വാപ്പയും ഉമ്മയും നടത്തേണ്ട ഉപദേശങ്ങൾ മുതൽ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തേണ്ട പ്രാർത്ഥനകൾ അടക്കമുണ്ട്. ഹൃദയം പൊട്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ലഹരി ഉപയോഗിക്കുന്ന മകനടക്കമുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന് പരിഹാരമില്ലെന്നാണ്. ഞാൻ പറയും പരിഹാരമുണ്ട്. നിങ്ങൾ അള്ളാഹിനോട് പറയും, എന്റെ മകന് കൈവിട്ടു പോയിട്ടുണ്ട്, അവൻ തകർന്നു പോയിട്ടുണ്ട്, ദൈവം എൻ്റെ അള്ളാഹു എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ ഹൃദയം തുറന്ന് നിഷ്കളങ്കമായിട്ട് അള്ളാഹിനോട് പറയണമെങ്കിൽ അള്ളാഹു, നിങ്ങൾ പറയുന്ന നിഷ്കളങ്കവും സത്യസന്ധവും സ്വാർത്ഥതയില്ലാതെയാണെങ്കിൽ അള്ളാഹു വഴി തുറക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ധാർമ്മികതയുടെയും വിശുദ്ധിയുടെയും പരിലാളനകളുടെയും തണലിന്റെയും തലോടലിന്റെയും ഒക്കെ എല്ലാ ഭാഗം അവർക്ക് കൊടുക്കുക. മറുഭാഗത്ത് ഇതിൽ പതിച്ചുപോയ മക്കൾക്ക് വേണ്ടി, ഇനി നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാവണം. ഈ രണ്ട് സംഗതികളാണ് എനിക്ക് നിങ്ങളുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെയും രക്ഷപ്പെടുത്താനുള്ള ഒരു ഫോർമുല. മൂന്നാമത്തത് വ്യവസ്ഥക്കെതിരെ, അവസ്ഥക്കെതിരെ. അതിനെ മാറ്റി പണിയാൻ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ മക്കളും തലമുറയും കുടുംബവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ മൂന്ന് തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള വലിയ ആഴമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഉണ്ടാവണം. അത് നിർവഹിക്കാൻ നമ്മുടെ സമൂഹത്തെയും കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. റമദാൻ അത്തരം ഒരു സന്തോഷം കൂടിയാണ് നമുക്ക് നൽകുന്നത്. റമദാൻ പ്രതിരോധമാണ്, പ്രത്യാക്രമണമാണ്, ബന്ധനമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാറ്റിനെയും കരിച്ചു കളയലാണ്. അവസാനിപ്പിക്കുകയാണ്. ഏതാണെങ്കിലും ഈ ചർച്ച വളരെ ഗുണകരമായിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ കുറച്ചും കൂടി നിഷ്കളങ്കമായി സത്യസന്ധമായി ഇത്തരം കൈമാറ്റങ്ങൾക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കാൻ, നമ്മുടെ തന്നെ മക്കളെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു നമ്മളെയൊക്കെ അർത്ഥത്തിൽ സഹായിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രവർത്തിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഒരു വരി അതിലിപ്പോ അവസാനം സലീം സാഹിബ് പറഞ്ഞില്ലേ, പ്രാർത്ഥനയുടെ ഒരു റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ. നമുക്ക് നമ്മുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് പടച്ചവനെ ഒരു കൺകുളിർമ നൽകണമെന്ന്. എന്നിട്ട് അതിന്റെ അവസാനം നിങ്ങൾ ആലോചിച്ചു, വജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ റോൾ മോഡലുകളാകണം. അപ്പൊ നമ്മൾ റോൾ മോഡലുകളാകണം. എന്നിട്ട് നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടമല്ല, വേദനയല്ല, സഹതാപമല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നണേ. പടച്ചതമ്പുരാനോട് മനമൊരുകി പ്രാർത്ഥിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, നമ്മൾ റോൾ മോഡലുകളായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.